കെ സുധാകരന്റെ മുൻ നിലപാടുകളെ വിമർശിച്ച് വീണ്ടും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. പാർട്ടിക്കെതിരായി നിന്നാൽ എത്ര വലിയ നേതാവായാലും ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തും. കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്ന ആരും പാർട്ടിയേക്കാൾ വലുതല്ലെന്നും ഉണ്ണിത്താൻ. ഇത്തവണ 111 സീറ്റ് നേടി UDF അധികാരത്തിലെത്തുമെന്ന് ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറഞ്ഞു. സംസ്ഥാനത്ത് കോൺഗ്രസിന് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ കൃത്യമായ ഇടപെടൽ നടത്തുന്ന നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ശശി തരൂരിന് വിഷയം വന്നപ്പോഴും ഏറ്റവും ഒടുവിൽ കെ സുധാകരന് വിഷയം വന്നപ്പോഴും ഉറച്ച നിലപാടെടുത്ത നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ അതുതന്നെയാണ് പിന്നീട് പ്രതിഫലിച്ചതും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP തന്നെ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. നമുക്ക് കളം പിടിക്കാൻ കോൺഗ്രസ് എന്നാണ് ഇനി വരുന്ന സമയം. വളരെ ചെറിയ സമയം മാത്രമേ ഉള്ളൂ. എങ്ങനെയായിരിക്കും കോൺഗ്രസിന് ഇനി മുന്നോട്ടുള്ള പോകും? കേരളത്തിലെ പൊതുജന സമൂഹം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, അധികാരം UDFനെ ഏൽപ്പിക്കുക. അതുകൊണ്ട് സമയത്തിൻ്റെ പരിമിതി ഒന്നും ഈ കാര്യത്തിലൊരു പ്രശ്നമേ ആകില്ല. വളരെ പരിമിതമായ സമയം മാത്രമുള്ളതൊരു ഗുണകരമായ അവസ്ഥയാണ്. കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പരാധീനതകളും ഉണ്ട്. അപ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പരിപൂർണമായി പാർട്ടിയും മുന്നണിയും സജ്ജമാണ്. അതുകൊണ്ട് ഇത്തവണ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു മലവെള്ള പാച്ചിൽ ഒഴുകി വരാൻ പോകുന്നു. ഈട്ടിത്തടിയും അതുപോലെ തന്നെ തേക്കിൻ തടിയിൽ നിന്നാൽ കടപുഴകി പോകും. അപ്പോൾ ഇത്തവണ സ്ഥാനാർത്ഥിയുടെ സൗന്ദര്യം, പാരമ്പര്യം, പൈതൃകം ഇതൊന്നും ഒരു വിഷയമല്ല. ജനങ്ങൾക്ക് കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി നിൽക്കണം, ഈ അധികാരം കൈമാറ്റം നടത്താൻ. അതുമാത്രമാണ് ജനങ്ങളുടെ ആഗ്രഹം. അതിനെതിരായിട്ട് ആര് നിൽക്കുന്നോ അവരെ ജനങ്ങൾ ഒറ്റപ്പെടുത്തും, കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ശ്രീ പിണറായി വിജയനോട് കടക്ക് പുറത്ത് എന്ന് പറയാനുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കേരളത്തിലെ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഈ 977 പോലെ 111 സീറ്റിൻ്റെ ഭൂരിപക്ഷം ഇത്തവണ UDFന് കിട്ടും. ഈ MP മാർ മത്സരിക്കേണ്ട തീരുമാനം തുടക്കത്തിൽ തന്നെ എടുത്തു. കാരണം അങ്ങേക്ക് തന്നെ ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ വേണമെങ്കിൽ മത്സരിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ നിലപാടെടുത്തപ്പോൾ വളരെ മാന്യമായ നിങ്ങൾ അതിൽ മാറിയുന്നു. സുധാകരനാണ് ഏറ്റവും ഒടുവിൽ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയത്.